ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും മഹാഭാരതം പഠിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ അറിയാം. ദുര്യോധനൻ എങ്ങനെയാണ് മരിച്ചത്? ഭീമനാണ് ദുര്യോധനനെ കൊന്നത്. തുടയിൽ ഗദ കൊണ്ടടിച്ചാണ് കൊന്നത്. അങ്ങനെ സംഭവിക്കാൻ ഒരു ശാപം ദുര്യോധനന് ലഭിച്ചിട്ടുണ്ട്. എന്താണ് ആ ശാപമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. പാണ്ഡവർ വനവാസത്തിന് പോയി. അതിനുശേഷം ഒരിക്കൽ മഹർഷി മൈത്രേയൻ ഹസ്തിനാപുരത്ത് എത്തുന്നു. മഹർഷി എത്തിയെന്നറിഞ്ഞ ഉടൻ തന്നെ ധൃതരാഷ്ട്രർ പുത്രന്മാരോടുകൂടി അദ്ദേഹത്തെ സൽക്കരിച്ചു. അല്പനേരം ആ മഹർഷി അവിടെ വിശ്രമിച്ചു. അതിനുശേഷം ധൃതരാഷ്ട്രർ വിനയാന്വിതനായി തിരക്കി, മഹർഷി ശ്രേഷ്ഠ, കുരുജാഗലദേശത്തു നിന്നും ഇവിടം വരെയുള്ള അങ്ങയുടെ യാത്ര സുഖകരമായിരുന്നില്ലേ? പഞ്ചപാണ്ഡവന്മാർക്കും വനത്തിൽ കുശലം തന്നെയല്ലേ? അവർ തങ്ങളുടെ പ്രതിജ്ഞ നിറവേറ്റാനാണ് വനത്തിൽ പോയത്, അല്ലാതെ മറ്റൊന്നുമല്ല. പാണ്ഡവന്മാരും എൻ്റെ മക്കളായ കൗരവന്മാരും തമ്മിൽ ഇനി സൗഹൃദത്തിൽ കഴിയാൻ അവസരമുണ്ടോ? അതോ അങ്ങനെ സംഭവിക്കുകയില്ലയോ? അങ്ങ് ഇക്കാര്യം ദയവായി വെളിവാക്കി തരണം. ഇതു കേട്ട് മഹർഷി ഇപ്രകാരം പറഞ്ഞു, ഹേ രാജാവേ, ഞാൻ തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിച്ച് ഒടുവിൽ കുരുകുല ജാങ്കലദേശത്ത് എത്തിയിരുന്നു. യാദൃശ്ചികമായി കാമ്യകവനത്തിൽ യുധിഷ്ഠിരനെ കാണാനും ഇടയായി. പാണ്ഡവരെയെല്ലാം കണ്ടു. അവരെല്ലാം ജടയും ചൂടി മാൻതോലുമുടുത്ത് തപോവനത്തിൽ കഴിയുകയാണ്. അവരെ സന്ദർശിക്കാൻ മഹാമുനിമാരും തപോധനന്മാരും എന്നും വന്നുകൊണ്ടേയിരിക്കുന്നു. ധൃതരാഷ്ട്രരെ, താങ്കളുടെ മക്കൾ അറിവില്ലായ്മ കൊണ്ട് കള്ളച്ചൂതിൽ പാണ്ഡവന്മാരെ പറ്റിച്ചുവെന്ന് ഞാൻ കുരുകുല ജാഗലത്തിൽ വെച്ചു തന്നെ കേട്ടിരുന്നു. അത് സത്യമാണെങ്കിൽ മഹാപാതകം തന്നെ. അത് നിങ്ങൾക്ക് ഭാവിയിൽ ദോഷമുണ്ടാക്കും. നിങ്ങളോടെനിക്കും സ്നേഹവാത്സല്യാദികളുണ്ട്. അതുകൊണ്ടാണ് നേരിട്ട് വന്ന് ഈ വിവരം തിരക്കാമെന്ന് വെച്ചത്. ഹേ മഹാരാജാവേ, താങ്കളും ഭീഷ്മരുമൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ അന്യർക്ക് ദ്രോഹം ചെയ്ത് കലഹമുണ്ടാക്കി ആ കലഹത്തിൽ മണ്ണടിയുന്നത് ഒട്ടും ശരിയല്ല. രാജാവെന്ന നിലയിൽ താങ്കളല്ലേ ശക്തി കേന്ദ്രം. ആളുകളെ സമന്വയിപ്പിക്കുന്നതിലും വിട്ടുവീഴ്ചയിലൂടെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നതിലും താങ്കൾ സമർത്ഥനാണല്ലോ. പിന്നെന്തിനാണ് ഈ വിധം പ്രവർത്തിച്ചത്? പിന്നെന്തിനാണ് ഈ മഹാ അന്യായത്തിനു നേരെ കണ്ണടയ്ക്കുന്നത്? നിങ്ങളുടെ സദസ്സിൽ കള്ളന്മാരും കൊള്ളക്കാരും ചെയ്യുന്ന ഇത്തരത്തിലുള്ള അന്യായങ്ങൾ എന്തിനാണ് നടത്തുന്നത്? അതിനു സാക്ഷികളായിരുന്ന ഋഷിമാരും മുനിമാരുമെല്ലാം പൊതുനിരത്തുകളിൽ നിങ്ങളെ തന്നെ ശകാരിക്കുന്നുമുണ്ട്. ഇനിയെങ്കിലും ഒന്ന് നേരെയാകാൻ നോക്കുക. തുടർന്ന് മൈത്രേയ മഹർഷി ദുര്യോധനനോട് ഇപ്രകാരം പറഞ്ഞു, മകനെ ദുര്യോധന, ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നീ കാര്യങ്ങൾ മനസ്സിലാക്കി വേണം പെരുമാറാനും ഇടപഴകാനും. നീ പാണ്ഡവരെ
ദ്രോഹിക്കുന്നതിൽ നിന്ന് പിന്മാറുന്നത് പാണ്ഡവർക്കും കുരുവംശീയരായ നിങ്ങൾക്കും സമസ്ത പ്രജകൾക്കും ഒരുപോലെ ഹിതകരമാണ്. പാണ്ഡവന്മാരെല്ലാം സത്യസന്ധന്മാരും ആത്മാഭിമാനികളും വീരന്മാരുമായ രത്നങ്ങളാണ്. അവരുടെ മനസ്സ് എപ്പോൾ നിങ്ങൾക്കെതിരെ തിരിയുമെന്ന് പ്രവചിക്കാൻ കഴിയുകയില്ല. വനത്തിൽ കഴിയുന്ന അവരോട് ഏറ്റുമുട്ടി അനേകം രാക്ഷസന്മാർ മരണത്തിനിരയാകാം. ഹിഡുംബനെയും ബഗനെയും കിർമീരനെയുമെല്ലാം അവർ വകവരുത്തിക്കഴിഞ്ഞു. ഭീമൻ നിമിഷ നേരത്തിനുള്ളിലാണ് കിർമീരനെ വധിച്ചത്. ദിഗ്വിജയവേളയിൽ 10,000 ആനയുടെ ബലമുള്ള ജരാസന്ധനെ ഭീമൻ കൊന്നുകീറിയത് നിനക്കറിഞ്ഞുകൂടെ? ഭഗവാൻ ശ്രീകൃഷ്ണൻ അവരുടെ സുഹൃത്താണ്. ദ്രുപദന്റെ പുത്രൻ പാണ്ഡവരുടെ മച്ചുനനാണ്. പാണ്ഡവരോട് പൊരുതിയവരാരും നിലനിന്നിട്ടില്ല. അതുകൊണ്ട് മകനെ ദുര്യോധന, പാണ്ഡവരോട് അനുരഞ്ജനമായി പോകുന്നതാണ് നിനക്കു നല്ലത്. എൻ്റെ ഈ ഉപദേശം നീ സ്വീകരിക്കണം. കോപാന്ധനായി അനർത്ഥം നീ ക്ഷണിച്ചു വരുത്തരുത്. മഹർഷി മൈത്രേയൻ ദുര്യോധനന് ഗുണോപദേശം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അയാൾ ചെറുപുഞ്ചിരിയോടുകൂടി കാലിലെ തള്ളവിരലുകൾ കൊണ്ട് തറയിൽ മാന്തുകയായിരുന്നു. കൂടെ കൂടെ അലക്ഷ്യമായി തുടയിൽ താളം പിടിക്കുന്നുണ്ടായിരുന്നു. ദുര്യോധനന്റെ ഈ ധാർഷ്ട്യം കണ്ട മൈത്രേയമുനി ദുര്യോധനനെ ശപിക്കാൻ തീരുമാനിക്കുന്നു. ആര് പറഞ്ഞാൽ കേൾക്കാനാണ്? മുകളിലിരിക്കുന്ന ഒരുവൻ തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കൂ. ഇപ്രകാരം മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് സ്വന്തം കമണ്ഡലുവിൽ നിന്നും ജലമെടുത്ത് ദുരാത്മാവായ ദുര്യോധനനെ ശപിച്ചു. ദുര്യോധന മൂർഖ, സാരോപദേശം ചെയ്യുന്ന എന്നെ നീ അവഹേളിക്കുന്നുവല്ലോ. ഇതിൻ്റെ തിക്തഫലം നീ അനുഭവിക്കും. നീ ചെയ്ത ഈ ദ്രോഹപ്രവർത്തനം കാരണം കൗരവന്മാരും പാണ്ഡവന്മാരും തമ്മിൽ ഘോര യുദ്ധം നടക്കും. ആ യുദ്ധത്തിൽ ഭീമസേനന്റെ ഗദ കൊണ്ടുള്ള അടിയേറ്റ് നിന്റെ തുട തകർന്നു വീഴും. മൈത്രേയ മുനി തൻ്റെ പുത്രനെ ശപിക്കുന്നത് കേട്ട് പതറിപ്പോയ ധൃതരാഷ്ട്രർ മുനിയുടെ പാദകമലങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഇപ്രകാരം പറയാൻ തുടങ്ങി. ഭഗവാനെ ക്ഷമിക്കണം, കൃപാകടാക്ഷം ചൊരിയണം. ഇപ്പോൾ കൊടുത്ത ഈ ശാപം ഫലിക്കാതിരിക്കണം. കാലിൽ വീണുകിടക്കുന്ന ധൃതരാഷ്ട്രരെ നോക്കി മൈത്രേയ മുനി പറഞ്ഞു, ഹേ മഹാരാജാവേ, പാണ്ഡവന്മാരുമായി നിങ്ങളുടെ പുത്രൻ അനുരഞ്ജനത്തിൽ ഏർപ്പെടുമെങ്കിൽ എൻ്റെ ശാപം ഫലിക്കുകയില്ല. അല്ലാത്ത പക്ഷം അത് ഫലിക്കുക തന്നെ ചെയ്യും. തുടർന്ന് മഹാമുനി മൈത്രേയൻ ഹസ്തിനാപുരത്തു നിന്നും പുറപ്പെട്ടു. മൈത്രേയ മുനി കൊട്ടാരം വിട്ടുപോയ ശേഷം ധൃതരാഷ്ട്രർ വിതുരരോട് ചോദിച്ചു, വിതുര, കിർമീര രാക്ഷസനെ എവിടെ വെച്ചാണ് ഭീമൻ കണ്ടുമുട്ടിയത്? കിർമീരനെ എങ്ങനെയാണ് വധിച്ചത്? ഇതുകേട്ട് വിതുരർ ഇപ്രകാരം പറഞ്ഞു, എനിക്കാകട്ടെ കൂടെ അക്കാര്യം വെളിവാക്കാനുള്ള അവസരവും ലഭിക്കുന്നു. രാജാവേ, ചൂതിൽ തോറ്റ് വനവാസത്തിനു വേണ്ടി ഹസ്തിനാപുരത്തു നിന്നും പുറപ്പെട്ട പാണ്ഡവർ 3 ദിവസം രാവും പകലും നടന്നുകൊണ്ടേയിരുന്നു. ആ സമയം കാമ്യക വനത്തിൽ പ്രവേശിക്കാൻ ഉദ്ദേശിച്ചിരുന്ന വഴിമധ്യേ അർദ്ധരാത്രിയിൽ കിർമീരൻ വന്നു. അയാൾ
കയ്യിൽ ആളിക്കത്തുന്ന ഒരു പന്തവും വെച്ചിരുന്നു. അയാളൊരു അജാനുബാഹുവായിരുന്നു. വൃക്ഷസ്ഥലം അതിവിശാലവും കണ്ണുകൾ രക്തവർണമാർന്നതും ആയിരുന്നു. തലയിലെ ഓരോ മുടിയും കുന്തം പോലെ കൂർത്തതായിരുന്നു. പല മായാവിദ്യകളും അയാൾക്ക് വശമായിരുന്നു. കിർമീരൻ ഇടയ്ക്കിടെ മേഘങ്ങളെന്നോണം ഗർജിച്ചുകൊണ്ടേയിരുന്നു. അയാളുടെ ഗർജനധ്വനിയിൽ വനജന്തുക്കൾ കിടിലം കൊണ്ടിരുന്നു. ഭയന്നു വിറച്ച അവരെല്ലാം ദീർഘശ്വാസമാണ് വിട്ടിരുന്നത്. അവനെ ഒന്ന് നോക്കിയതേയുള്ളൂ. പാവം ദ്രൗപദി ബോധം കെട്ടുപോയി. ഭയാനകമായ അവൻ്റെ നില കണ്ട് ധൗമ്യമുനി രാക്ഷസ സഹന മന്ത്രം ജപിച്ചുകൊണ്ട് അവൻ്റെ മായാശക്തിയെ ഇല്ലാതാക്കി. ആ സമയം കിർമീരൻ ആരെയും ഭയപ്പെടുത്തുന്ന സ്വരൂപത്തോടുകൂടി പാണ്ഡവന്മാരുടെ മുമ്പിൽ വന്ന് നിലയുറപ്പിച്ചു. പാണ്ഡവന്മാരോട് പരിചയപ്പെട്ടുകൊണ്ട് അവൻ താൻ ആരാണെന്ന് അറിയിച്ചു. കിർമീരൻ പറഞ്ഞു, ഞാൻ ബകാസുരൻ്റെ സഹോദരനാണ്, ഹിഡുംബൻ്റെ പ്രിയമിത്രമാണ്. ഈ നിൽക്കുന്ന ഭീമസേനനാണ് എൻ്റെ സുഹൃത്തിനെ കൊന്നുകളഞ്ഞത്. അതിന് പകരം ചോദിക്കാനുള്ള അവസരം ഇന്നെനിക്ക് ലഭിച്ചിരിക്കുന്നു. ഞാനിവനെ യമപുരിയിൽ അയക്കും. കിർമീരൻ്റെ ഈ വെല്ലുവിളി കേട്ട ഭീമസേനൻ ഒരു വൻ വൃക്ഷം പിഴുതെടുത്ത് അതിലെ ഇലയും മറ്റും നീക്കം ചെയ്ത ശേഷമാണ് രാക്ഷസന്റെ തലയിലേക്ക് ആഞ്ഞടിച്ചത്. എന്നാൽ ഈ അടിയൊന്നും രാക്ഷസനെ പരിഭ്രമിപ്പിച്ചില്ല. ആളിക്കത്തുന്ന ഒരു പന്തം ആ രാക്ഷസൻ ഭീമസേനനു നേരെ എറിഞ്ഞു. എന്നാൽ അതിനെ കാലുകൊണ്ട് തട്ടിമാറ്റി ഭീമൻ രക്ഷപ്പെട്ടു. തുടർന്ന് അന്യോന്യം വൃക്ഷങ്ങൾ പിഴുതെടുത്ത് അടിച്ചു. അസംഖ്യം വൃക്ഷങ്ങൾ അപ്രകാരം പിഴുതെടുത്തതോടെ ആ നിബിഡവനം വൃക്ഷഹീനമായി മാറി. തുടർന്ന് ആന തൻ്റെ തുമ്പിക്കൈ വലയത്തിൽ ശത്രുവിനെ ഒതുക്കുന്നതുപോലെ കിർമീരനെ ഭീമൻ തൻ്റെ കരവലയത്തിൽ ഒതുക്കി. എന്നാൽ അതിബലവാനായ കിർമീരൻ ആ കരവലയം ഭേദിച്ച് പുറത്തുവന്ന് ഭീമസേനനെ പിടിച്ചു. ഇതുകണ്ട് ഭീമസേനൻ കിർമീരനെ തറയിൽ തള്ളിയിട്ടു. എന്നാൽ കാൽമുട്ടു കയറ്റി അവൻ്റെ തല തട്ടിത്തെറിപ്പിച്ചു. അവൻ്റെ ശരീരം ചേതനയറ്റു വീണു. കണ്ണുകൾ അടഞ്ഞു. ഇപ്രകാരം കിർമീരൻ മരിച്ചതോടുകൂടി എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും സന്തുഷ്ടരായി കാമ്യക വനത്തിലേക്ക് പ്രവേശിച്ചു. അതിദാരുണമായ കിർമീരവധം കേട്ട് ധൃതരാഷ്ട്രർ അറിയാതെ തന്നെ ദീർഘനിശ്വാസം വിട്ടു. ഹരേ കൃഷ്ണ. ഇവിടെ മൈത്രേയ മുനി പോയതിനു ശേഷം പെട്ടെന്ന് തന്നെ ധൃതരാഷ്ട്രർ വിതുരരോട് എന്തിനാണ് കിർമീരവധത്തെപ്പറ്റി ചോദിച്ചത്? ഭീമസേനന് തൻ്റെ പുത്രനെ വധിക്കാനുള്ള ശക്തിയുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ധൃതരാഷ്ട്രർ അപ്രകാരം ചോദിച്ചത്. തൻ്റെ മക്കൾ എത്ര തന്നെ തെറ്റു ചെയ്താലും പുത്രസ്നേഹം മൂലം അതിനെയെല്ലാം ശരിയാണെന്ന് അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു പിതാവ് വരുത്തിവെച്ച വിനയാണ് മഹാഭാരത യുദ്ധത്തിലൂടെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. തിരുത്തേണ്ടത് തിരുത്തി തന്നെ മുമ്പോട്ട് പോകണം. അതല്ലെങ്കിൽ അത് ദൂരവ്യാപകമായ ഫലങ്ങൾ സൃഷ്ടിക്കുമെന്ന് വ്യാസഭഗവാൻ ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇതുതന്നെയാണ് ഇന്ന് പല വീടുകളിലും നടക്കുന്നത്. മക്കൾ എന്തു തെറ്റു കാണിച്ചാലും അതിനെയെല്ലാം പുത്രവാത്സല്യം നിമിത്തം ശരിയാണെന്ന് അംഗീകരിച്ചു കൊടുക്കും. അല്ലെങ്കിൽ മൗനമായി അതിനെല്ലാം അനുവാദം കൊടുക്കും. അത് ദൂരവ്യാപകമായ ഫലങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും.
കഥകൾ പഠിക്കുന്നത് ഇതുപോലുള്ള ഉപദേശങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. മുതിർന്നു കഴിഞ്ഞാൽ തിരുത്താൻ കഴിയില്ല. തിരുത്തേണ്ടുന്ന സമയത്ത് തന്നെ തിരുത്തണം. അതും വ്യാസഭഗവാൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.